ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, എൻ്റെ ബാക്കിലിരിക്കുന്ന മരം കണ്ട, ആ മരം റംബൂട്ടാൻ മരമാണ്. അപ്പോൾ എല്ലാ വർഷവും അത് കായ്ക്കുമ്പോൾ ഞാൻ വീഡിയോ കാണിക്കുന്നതാണ്. പക്ഷേ സാധാരണ എല്ലാ വർഷവും കുറച്ചും ഒരു 2-3 കിലോ, ഒരു 5-6 കൊണ്ട് മാത്രമേ അത് കുലയ്ക്കാറുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് നല്ല കായ്ഫലം തന്നിരിക്കുകയാണ്. അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് മരം, കണ്ടില്ലേ? ഞാനൊക്കെ ഞാൻ എല്ലാം കാണിച്ചു തരാം. ഈ കൊണ്ടയില് ഇതില് താഴെ ഇവിടെയൊക്കെ മൊത്തം നിറച്ചും കാച്ചിട്ടുണ്ട്. സാധാരണ ഇത്രയും കായ്ക്കത്തില്ല. ഇത് കാഴ്ച തുടങ്ങിയിട്ട് ഒരു 3-4 വർഷം ആവത്തുള്ളൂ. കായ്ക്കും, എല്ലാ വർഷവും കായ്ക്കും. പക്ഷെ ഇത്രയും ഞാൻ സൂം ചെയ്ത് കാണിച്ചിരാം. അപ്പൊ ഇത്രയും നിറച്ചും കായ്ക്കത്തില്ല കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് കാച്ചി കിടപ്പുണ്ട്. ഇവിടെ പുറത്ത് ഈ സൈഡിൽ നിന്ന് കാണിക്കാം. ആ സൈഡ് ഒരു പുളിഞ്ചി മരയ്ക്കണം, പുളിഞ്ചേരി സൈഡിലൊക്കെ ഉണ്ട്, ഫുള്ള് കാച്ചി കിടപ്പുണ്ട്. ഇതിൽ വേറൊരു രസം എന്ന് പറഞ്ഞാലേ, ഇത് ഒരു 2 മരമാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു റംബൂട്ടാനും കൂടെ നിൽപ്പുണ്ട് കേട്ടോ. ഫുള്ള് പൂത്ത് നിൽക്കുക. പക്ഷെ ഇവൻ കായ്ക്കത്തില്ല. ഇത് കായ്ക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഇത് ആണാണ്. ഇവൻ പൂക്ക മാത്രമേ ചെയ്യുള്ളൂ. എല്ലാ വർഷവും ഈ കായ്ക്കുന്നതിനെക്കാട്ടി പ്രായമുള്ള മരമാണ്. അപ്പോൾ ഇവൻ എല്ലാ വർഷവും പൂക്കും, നിറച്ചും പൂക്കും കേട്ടോ, നിറച്ചും പൂത്തിരിക്കുക. പക്ഷെ ഒരുപാട് പേരുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ട്. പക്ഷെ അത് കായ്ക്കത്തില്ല കേട്ടോ. പൂത്തിട്ട് കായ്ച്ചില്ലെങ്കിൽ അത് ആൺമരമാണ്, അത് ഒരിക്കലും കായ്ക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഒരു പ്രാവശ്യം മുറിച്ചപ്പോൾ ഒരു കൊണ്ടയായിട്ടായിരുന്നു. മുറിച്ചപ്പോൾ 4-5 കൊണ്ടായിട്ട് വീണ്ടും വളർന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ശിഖരമായിട്ട് വരും. അപ്പോൾ ഞാനും ഇത് ഒരു 2-3 വർഷത്തിന് മുമ്പേ ഒരു 4-5 കൊണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മൊത്തം ഞാൻ ഈ വീട് പണി വെക്കുന്ന സമയത്ത് ഞാൻ കുറേ അരങ്ങി. അപ്പോൾ ഫുള്ള് ശിഖരങ്ങൾ വന്നു. അപ്പോൾ ആ വന്ന ശിഖരങ്ങളിൽ അത്രയും കായ്ഫലമാണ്. ആ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് വഴിയാണ്, ഇത് വഴിയാണ് കേട്ടോ. വഴി സൈഡിലൊക്കെ നിൽപ്പുണ്ട്. അപ്പുറത്തെ വീടിൻ്റെ മണ്ടയിൽ ആ വഴി സൈഡിലൊക്കെ നിൽപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇവനാണ് അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന നമ്മുടെ വേറൊരു അതിഥി. അപ്പോൾ ഈ മരം പൂക്കുന്ന ഇതുണ്ട്, നമ്മുടെ റംബൂട്ടാൻ നിറച്ചും പൂക്കും. നല്ല വലുതായിട്ട് ഫലപുഷ്ടിയായിട്ട് നല്ല വളർന്ന് നിന്നിട്ട് പൂക്കും. പക്ഷെ കായ്ക്കത്തില്ല. അപ്പം അങ്ങനെ കായ്ക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ചോണം, അത് ആൺമരമാണ്, അത് കായ്ക്കത്തില്ല, വെറുതെ പൂത്ത് നിൽക്കുകയുള്ളൂ. ഒന്നിൽ വെട്ടിക്കളയുക, അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് അങ്ങ് നിർത്തുക. ഭംഗിയൊന്നുമില്ല, റംബൂട്ടാൻ എന്ന് പറഞ്ഞിട്ട് നിർത്താം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ ഇതിൻ്റെ തൈ കോഴഞ്ചേരി, പത്തനംതിട്ട കോഴഞ്ചേരിയിൽ നിന്ന് തൈ കൊണ്ടുവന്നതാണ്. ഏതാണ്ട് ഒരു 15 വയസ്സിന് മേളിൽ പ്രായമുണ്ട് ഈ മരത്തിന്. അപ്പോൾ അവിടെ ഉള്ളവർ പറയും 2 തൈ വേണം എങ്കിലേ ഇത് കായ്ക്കുള്ളൂ. ഈ അടുത്ത കാലത്താണ്, ഒരു 5-7 വർഷത്തിനകത്താണ് നമ്മുടെ നാട്ടിലൊക്കെ സജീവമായിട്ട് എല്ലാ വീടുകളിലും വന്നത്. അപ്പോൾ അന്ന് അവിടെ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വിത്ത് ഇട്ടാണ് ഇത് പൊടിച്ച് നട്ട് കാച്ചു തുടങ്ങിയത്. ഇപ്പോൾ കാച്ചു തുടങ്ങിയത് തന്നെ 4-5 വർഷത്തിനകത്തായുള്ളൂ കാച്ചു തുടങ്ങിയത്. അപ്പോൾ അവർ പറയും 2 മരം, അതിൽ 1 ആണായിരിക്കും, 1 പെണ്ണായിരിക്കും, ചിലത് 2 മുഖം, എന്നാലും 2 മരം, അയലക്കത്തെങ്കിലും 1 മരമെങ്കിലും വേണം എന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷെ എത്രത്തോളം ശരിയാണോ ഇല്ലയാണെന്ന് അറിഞ്ഞൂടാ. എന്തായിരുന്നാലും 2 കാച്ചുകൊണ്ടിരിക്കുന്ന മരം നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 വർഷം കായ്ക്കത്തില്ല. ഞാൻ ഇവനെ ഈ കാച്ചു കിടക്കുന്ന മരം അടങ്ങിയപ്പോൾ ഒരു 2 വർഷം കാച്ചില്ല. പക്ഷേ കഴിഞ്ഞ വർഷം കാച്ചു, കായ്ഫലം കുറവായിരുന്നു. ഇപ്പം അതാ നിറച്ചും കാച്ചു കിടക്കുകയാണ്. അപ്പോൾ ഇനി അത് കായ്ക്കുന്നത്, പഴുത്ത് കിടക്കുന്ന എല്ലാം വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.